വാർത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം കാണും. അങ്ങനെയല്ലാത്തൊന്നും നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ വാർത്തയായിട്ട് വരാറില്ല. പിന്നെ വാർത്തയുടെ ഒരു നിർവചനം തന്നെ ആരെങ്കിലും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് വാർത്തയായിട്ട് വരുന്നത്. കാരണം നല്ല കാര്യമാണെങ്കിൽ ഒളിച്ചു വെക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അവരെ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ആകാം, അല്ലെങ്കിൽ സംഘടനകളാകാം, വ്യക്തികളാകാം. അപ്പോൾ അത് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് പത്രത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഒരു നല്ല വാർത്ത നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാൻ യുദ്ധം ഒന്ന് തീരുന്നത്. അപ്പോൾ 24 മണിക്കൂറിനകം കരാർ ഒപ്പിടുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തോരു കാലമാണെന്ന് നോക്കണം. അമേരിക്കയുടെയും ഇറാൻ്റെയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ. അവിടെ നിന്നാണ് പ്രഖ്യാപനം വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും വേണ്ടില്ല. പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ. പിന്നെ ഈ കാര്യമൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് 2 നല്ല വാർത്തകൾ കാണുകയുണ്ടായി. ഒന്ന് ഈ ശനിയാഴ്ച സംഭവിച്ചതാണ്, അത് മിനസോട്ടയിൽ. മറ്റൊന്നും പിന്നെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലാണ്, അത് ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആദ്യത്തേത് പറയാം. പിന്നെ 2 സുഹൃത്തുക്കൾ, മിനസോട്ടയിൽ 2 സുഹൃത്തുക്കൾ, സാൻഡ്ബെക്ക് എന്നും മൈക്ക് ഗ്രാവലിൻ എന്ന് പറഞ്ഞ്, അവർ ഈ ATV ഓൾ ടെറൈൻ വെഹിക്കിൾ, അപ്പോൾ അതുകൊണ്ട് ഈ ഓഫ് റോഡിലൂടെ, പിന്നെ നല്ല റോഡൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അവിടെ എന്തോ ഒരു ലോക്കൽ ബാറിൻ്റെ എന്തോ ഒരു റൺ, അത് ഏത് തരത്തിലുള്ള റണ്ണാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഓട്ട മത്സരമാണോ അതോ ഇനി പിന്നെ വാഹനത്തിൻ്റെ, അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി അവർ പോയതാണ് ശനിയാഴ്ച. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് അത് അവർ ഡേറ്റ് തെറ്റിപ്പോയി, ആ ദിവസമല്ല അത് സംഭവിക്കുന്നത്. ഉടനെ അവരെന്നാ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി ഇങ്ങനെ കാട്ടിക്കൂടിയല്ല, ഓഫ് റോഡിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. നല്ല റോഡൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ കറങ്ങുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പെട്രോൾ പിന്നെ ഗ്യാസ് തീരുന്നു. അപ്പോൾ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ പിന്നെ അവർ ഈ ഇൻ്റർനെറ്റ് ഉണ്ടാകുമല്ലോ അവിടെ. അപ്പോൾ അത് ഒരു പിന്നെ മോശപ്പെട്ട ഒരു വഴി കൂടെ പോയാൽ എളുപ്പത്തിൽ അവിടെ ചെന്നെത്താം. കട്ട് റോഡ് അതിലൂടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആ വഴി കൂടി അങ്ങ് പോകുന്നു. പിന്നെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് അവർ ഒരു മിനി വാൻ അവിടെ ഇങ്ങനെ പിന്നെ വഴിയുടെ സൈഡിലായിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൽ ഒരാൾ, ഈ മൈക്ക് ഗ്രാവലിൻ US മാർഷലായിരുന്നു മുമ്പ്. അപ്പോൾ അദ്ദേഹത്തിന് സന്ദേഹമായി, ഇങ്ങനെ ഒരു പിന്നെ മിനി വാൻ കിടന്നാൽ അത് ഒരു ദുസൂചനയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോഴുണ്ട് ഒരു സ്ത്രീ അവിടെ, ആ കുറച്ച് വെള്ളവും ചെളിയും ഒക്കെ ഉണ്ട്, അവിടെ ഒരു സ്ത്രീ കിടക്കുകയാണോ ഇരിക്കുകയാണോ. അപ്പോൾ ഇവർ പേടിച്ചു അതൊരു ഡെഡ് ബോഡി ആയിരിക്കരുത് എന്നുള്ള പിന്നെ പ്രതീക്ഷയോടെയാണ് അവർ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ കൊണ്ട് ജീവനുണ്ട്, അവർ ചെറുതായിട്ട് മന്ത്രിക്കുന്നുണ്ട്, ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ പുറത്തെത്തിച്ചു. എന്നിട്ട് അതിന് ശേഷം പോലീസിനെ വിളിച്ചു. പോലീസും പാരാമെഡിക്സും ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ 3 ദിവസമായിട്ട് ഈ മിനി ബാരിൽ നിന്നിറങ്ങിയത് ഈ ചെളിയിലേക്കാണ്. ആ ചെളിയിൽ ഒരു 2 അടി ചെളിയിൽ അങ്ങ് പൂഴ്ന്നു പോയി. പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും പറ്റുന്നില്ല. ഒരു കാരണവശാലും അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ആ 3-ാം ദിവസമാണ് ഇവരെത്തുമ്പോഴാണ് പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ അവരുടെ പേരെന്താ, കാതറിൻ വോസ്നർ, 68 വയസ്സ്. അപ്പോൾ അവർക്കെന്തോ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയുന്നു. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സുഹൃത്തുക്കൾ പറയുന്നത്, നമുക്ക് ചില അബദ്ധങ്ങളും ചില കുഴപ്പങ്ങളുമൊക്കെ പറ്റുന്നല്ലേ, നമ്മൾ വഴിമാറിയൊക്കെ പോകുന്നത്, അതിനൊക്കെ ഒരു കാരണം കാണും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഒന്നിലും നിരാശപ്പെടേണ്ടതില്ല. വേറൊരു വഴിക്ക് പോകേണ്ടി വന്നാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ആരെങ്കിലും സഹായിക്കാനോ രക്ഷിക്കാനോ, അല്ലെ നമുക്ക് തന്നെ എന്തെങ്കിലും ഗുണം വരാനോ ഒക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം തോന്നി ആ വാർത്ത വായിച്ചപ്പോഴത്തേക്ക്. അതിനും സന്തോഷം തോന്നിയത്, ഇന്ന് നമ്മുടെ പിന്നെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ ഈ ഒരു വലിയ ബോർഡ്, ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈ വലിയ ബോർഡിൽ പരസ്യങ്ങൾ ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോർഡിൽ ഒരു വലിയ പരസ്യം, അത് അഭിജയ് അറോറ ഉയ്യൂർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയെ ആദരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പടമൊക്കെ വെച്ച്, അമ്മയുടെ ആ പഴയ പടങ്ങളും ഇയാളും കൂടെയുള്ള ആ പഴയ പടങ്ങളും എല്ലാം വെച്ച് അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ചരിത്രം തന്നെ നല്ല സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഹരിയാനയിലെ പഞ്ച്കുലയിൽ നിന്നാണ് വന്നത്. അപ്പം സാധാരണ ഒരു കുടുംബമായിരുന്നു. അമ്മ സെക്കൻഡ് ഹാൻഡ് ബുക്സൊക്കെ ഉപയോഗിച്ചാണ് പഠിച്ചതെങ്കിലും തന്നെ ഏറ്റവും നല്ല സ്കൂളിൽ വിടാനായിട്ട് അമ്മ സിംഗിൾ മദറാണ്. ഭർത്താവില്ല, അപ്പോൾ അച്ഛനില്ല, അവരാണ് വളർത്തുന്നത്. ഏറ്റവും നല്ല സ്കൂളിൽ വിട്ടു, പഠിപ്പിച്ചു. പക്ഷേ ഈ IITയുടെ പരീക്ഷ എഴുതിയിട്ട് 2012 മറ്റാണ് അത് പരാജയപ്പെട്ടു, അത് വിജയിച്ചില്ല. അപ്പോൾ അമ്മ കരഞ്ഞത്
അയാൾ അനുസ്മരിക്കുന്നു, അയാളുടെ ആ പോസ്റ്റിൽ പിന്നെ പറയുന്നു. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ചെയ്തു. പക്ഷേ ഒരു സ്കൂളിൽ നിന്നും ഒരു ജോലിക്കും ആരും വിളിക്കുന്നില്ല. പിന്നെ ഈ അമേരിക്കൻ സ്വപ്നം കണ്ടുകൊണ്ട് അമേരിക്കയിൽ ഏതെങ്കിലും സ്കൂളിലേക്ക് അപേക്ഷകൾ അയച്ചു. ഒരിടത്തുനിന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു ആ അമേരിക്കൻ സ്വപ്നം അങ്ങ് മറന്നേര്. അങ്ങനെ ഇരിക്കെ 2022 പിന്നെ ഹാർവാർഡിൽ നിന്ന് അഡ്മിഷൻ കിട്ടി. പിന്നീട് അവിടെ പാസ്സായതിനു ശേഷം ഗൂഗിളിൽ ഇപ്പോൾ പ്രോഡക്റ്റ് മാനേജറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച അമ്മയ്ക്ക് പിന്നെ വീഡിയോ കോളിലൂടെ നന്ദി പറയുകയാണ് അയാൾ പിന്നെ ഈ ചിത്രം കാണിച്ചുകൊണ്ട്. അപ്പോൾ അമ്മ പിന്നെ കൈ കാണിക്കുകയും വളരെ ആഹ്ലാദപൂർവ്വം പിന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനാവും. അപ്പോൾ എന്തായാലും ഇതിന് ഇത് പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല പിന്നെ വൈറലായി. ആളുകളെല്ലാം നല്ല കമൻറ്റുകളെല്ലാം എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇയാൾ ആ പോസ്റ്റിലൂടെ പറയുന്നത്. ഒന്ന്, അമ്മയോടുള്ള സ്നേഹം, പിന്നെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ആ ത്യാഗത്തിനുള്ള ഒരു നന്ദി. രണ്ടാമത് ഇയാൾ തുടരെ പരാജയങ്ങൾ തന്നെ പരാജയങ്ങൾ. പിന്നെ ഒരു കാര്യത്തിലും വിജയിക്കുന്നില്ല. എന്നിട്ടും പിന്നെ വിട്ടുകൊടുക്കാതെ വീണ്ടും ആ പരിശ്രമം തുടർന്നു. അപ്പോൾ അത് വിജയത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം. എന്തായാലും ഇത് കണ്ടത് വളരെ ഒരു കണ്ണ് നനയിക്കുന്ന ഒരു അനുഭവമായിട്ട് തോന്നി. സന്തോഷം, വളരെ സന്തോഷം. അമ്മയെ ആദരിക്കാനായിട്ട് തോന്നുന്ന ഏതൊരു കാര്യവും സന്തോഷം നൽകുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഈ രണ്ട് നല്ല വാർത്തകൾ നമുക്ക് പിന്നെ ആഹ്ലാദം പകരട്ടെ. ഇറാനിൽ പിന്നെ അവിടെ നിന്നും ഒരു നല്ല വാർത്ത വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.